എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നേ. അതായത് ഇന്ന് എല്ലാ പത്രങ്ങളിലും പിണറായി വിജയന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ സഹിതം ഈ പ്രവാസികളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയെ കുറിച്ചായിരുന്നു ഇതായിരുന്നത്. അതായത് പ്രവാസത്തിന് ഇനി സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ. അതായത് ഈ വാർഷിക പ്രീമിയൊക്കെ പ്രവാസികൾ തന്നെ അടയ്ക്കണം. എന്നിട്ട് നമ്മളൊരു 5 ലക്ഷം രൂപ തരും. അതായത് നമ്മുടെ മെഡിസിപ്പ് പദ്ധതി പോലെ പ്രവാസികളെ പറ്റിക്കാനുള്ള ഒരു പരിപാടി. വലിയ പരസ്യം കൊടുത്തിട്ടാണ് ഈ സംഭവം അങ്ങനെ ചെയ്തത്. ഇത് പെട്ടെന്ന് കേട്ടായിരിക്കും പ്രവാസത്തിന് ഇനി സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ. സർക്കാരിന്റെ ഇതൊരു സൗജന്യ പരിപാടിയാണ്. പ്രവാസികളോടുള്ള സ്നേഹം കൊണ്ട് പ്രവാസികൾക്ക് മുഴുവനും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഏർപ്പെടുത്തുകയാണെന്ന് വിചാരിക്കേ. പക്ഷേ ഒരു സൗജന്യമല്ല. എത്രയാണ്? 13,411 രൂപ. 13,411 രൂപ ഒരു വർഷം പ്രീമിയം അടയ്ക്കണം കേട്ടോ. എന്നാലേ 5 ലക്ഷം രൂപ കിട്ടുള്ളൂ. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലെ LICയോ അല്ലെങ്കിൽ സ്റ്റാർ ഏജൻസികളോ എത്തരത്തിലുള്ള ഈ ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേപോലുള്ള വാർഷിക പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല വളരെ സേഫായ നമുക്കുള്ള ആരോഗ്യ പരിരക്ഷ കിട്ടും. ഇത് സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. നമുക്ക് മെഡിസെപ്പ് ചേർന്ന് കുടുങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് സംബന്ധിച്ചായിരുന്നു ഞാൻ രാവിലെ തന്നെ ആ ഒരു വീഡിയോ ചെയ്തത്. ഏറ്റവും വലിയ രസം, ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേ നമ്മുടെ ശക്തിധരൻ ഇത് സംബന്ധിച്ച് ഞാൻ ഈ രാവിലെ പറഞ്ഞ ഇതേ കാര്യം സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ശക്തിധരൻ പറയുന്ന ആംഗിൾ വേറെ ഒന്നാ കേട്ടോ. നമുക്ക് ശക്തിധരന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ഒരു 5-6 വരികൾ മാത്രമേ ഉള്ളൂ. അതിങ്ങനെയാണ്: തലക്കെട്ട് നാണമില്ലേ മനുഷ്യ ഇങ്ങനെ കാണിക്കാന്നാണ്. നാണമില്ലേ മനുഷ്യ ഇങ്ങനെ കാണിക്കാന്ന്. അതായത് ഈ പരസ്യത്തിന്റെ ഒരു ഫോട്ടോ കൂടി ഇട്ടിട്ടാണ് ശക്തിധരൻ പറയുന്നത് കേട്ടോ. അതായത് കണ്ടില്ലേ, ഈ പരസ്യത്തിന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് ശക്തിധരൻ പറയുന്നത് നാണമില്ലേ മനുഷ്യ. പിണറായി വിജയന്റെ മൊത്തയ്ക്ക് നോക്കിയിട്ട് നാണമില്ലേ മനുഷ്യ ഇങ്ങനെ കാണിക്കാന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ സംഭവം? ഞാൻ നേരത്തെ ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ഇതില് ഇങ്ങേപ്പുറത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ആരോഗ്യ പരിരക്ഷയുടെ ഈ പറയുന്ന തട്ടിപ്പ് പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന രണ്ട് ബഹുക്കളുടെ ഫോട്ടോ ഇതിലിട്ടിട്ടുണ്ട്. ഒന്ന് KN ബാലഗോപാലാണ്, നമ്മുടെ ധനകാര്യമന്ത്രി. മറ്റേയാളാണ് നമ്മുടെ സ്വപ്നയുടെ കാമുകനായ ആരാണ്? ശ്രീ P ശ്രീരാമകൃഷ്ണൻ, മുൻ സ്പീക്കറെ ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ടായിരുന്നു സ്വപ്ന പറഞ്ഞത് എന്നെ പീഡിപ്പിച്ചു. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ആ ഒരു ഏതൊരു സിനിമാ നടി വന്ന് പറഞ്ഞ പോലെ അതുമല്ല. അവർക്ക് പോലീസ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറയുന്നത്. സ്വപ്ന അതല്ല. സ്വപ്ന ഇതിനെ സംബന്ധിച്ച് പോലീസിനും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, പൊതുജന സമക്ഷവും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, കോടതികളിലും 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തുനിന്ന് ഈ P ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹാലംബനാണ്, ഇയാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണൻ സ്വപ്നക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അവസാനം സ്വപ്ന ഭീഷണിപ്പെടുത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ ഈ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു പറഞ്ഞിട്ട് ഈ ഒരുമിച്ച് ഇവര് വെള്ളമടിച്ചതിന്റെ പടങ്ങള്, പിന്നെന്താ പറയാ, ശ്രീരാമകൃഷ്ണൻ ഇഷ്ടമുള്ള സ്കോച്ചിന്റെ പടം, ശ്രീരാമകൃഷ്ണൻ വെള്ളം അടിക്കാൻ വേണ്ടി വെള്ളം അടിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഇയാളുടെ അലമ്പ് പരിപാടിയുടെ മുഴുവൻ ഫോട്ടോ ഇട്ടിട്ടായിരുന്നു സ്വപ്ന ഒരു കാച്ചത്. എന്നിട്ട് പറഞ്ഞു പോയി കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കോടതിയിൽ ബാക്കി കാര്യം ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു സ്വപ്ന. അതോടുകൂടി ഇയാൾ വരണ്ടുപോയി എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ സ്ത്രീ ലംബടനെയാണ്, സ്ത്രീ പീഡകനെയാണ് പിണറായി വിജയൻ കൂടെ കൂട്ടിയത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനേ. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ആ പാലക്കാട്ടേക്ക് അടുപ്പിക്കില്ല എന്നാണ് ഈ SFIക്കാരും DYFIക്കാരും പറയുന്നത്. അപ്പോഴാണ് ഇവരുടെ നേതാവ് അതിനേക്കാൾ വലിയ വമ്പൻ സ്ത്രീ പീഡകനായ ഈ കോഴിയെ, ആരെ, ശ്രീരാമകൃഷ്ണന്റെ മുമ്പ് ചിരിയൊക്കെ കണ്ടില്ലേ, കൊയ്ച്ചിരി. അങ്ങനെ ശ്രീരാമകൃഷ്ണനെ ആണ് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് ശക്തിധരന്റെ പോസ്റ്റ് ഇട്ടോ. ശക്തിധരൻ പറയുന്നത് ഇങ്ങനെയാണ്: നാണമില്ലേ മനുഷ്യ ഇങ്ങനെ കാണിക്കാൻ. മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കാൻ നാണമില്ലേ മനുഷ്യ. സ്ത്രീ പീഡന കേസിൽ പാർട്ടിയും ജനവും കളങ്കിതനെന്ന് പരസ്യമായി മുദ്ര കുത്തുക മാത്രമല്ല, കോടതിയെ സമീപിച്ച് വേണമെങ്കിൽ കുറ്റവിമുക്തിക്ക് ശ്രമിച്ചോ എന്ന് പാർട്ടി എങ്ങനെ പറഞ്ഞിരുന്നു ശ്രീരാമകൃഷ്ണനോട്? കോടതിയിൽ പോയി കണ്ട് കുറ്റവിമുക്തിക്ക് ശ്രമിക്കാൻ പരസ്യമായി മുദ്ര കുത്തുക മാത്രമല്ല, കോടതിയെ സമീപിച്ച് വേണമെങ്കിൽ കുറ്റവിമുക്തിക്ക് ശ്രമിച്ചോ എന്ന് പാർട്ടി പറഞ്ഞിട്ടും അതിന് ഇന്നേ വരെ വഴങ്ങാത്തവൻ ആരുടെ കൂടെ നിന്നാണ് അർമാദിക്കുന്നത്? കാരണഭൂതത്തിന്റെ കൂടെ നിന്ന് അർമാദിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. മുകേഷ് അങ്ങേപ്പുറം ഇരിക്കുന്നുണ്ടല്ലോ നിയമസഭയിൽ. മുകേഷിനെ കൂട്ടിയിട്ടാണല്ലോ ഇവരുടെ ഈ പറയുന്ന സ്ത്രീ സുരക്ഷ പറയുന്നത്. ആരുടെ കൂടെ നിന്നാണ് അർമാദിക്കുന്നത്? ഇതെന്ത് വെള്ളരിക്കാ പട്ടണം? ഇവിടെ പ്രതിപക്ഷം എന്നൊന്നില്ലേ? പോയി ചത്തൂടെ. ആരുടെ ചോദിക്കുന്ന അറിയോ? ഈ കാരണഭൂതത്തിനോടല്ല, VD സതീശനോടാ ചോദിക്കുന്നത്. ഇവിടെ ഒരു പ്രതിപക്ഷമില്ലേ? പോയി ചത്തൂടടോ VD സതീശാന്നാ ചോദിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് പ്രതിപക്ഷം
മറ്റേ ഓണസദ്യ, മുഖ്യമന്ത്രിയുടെ കൂടെ ഓണസദ്യ കളിച്ചിട്ട് കൈകൊട്ടിക്കളി കളിക്കാൻ കൂട്ടുനിന്ന സതീശനാണ്. കൈകൊട്ടിക്കളി കളിച്ചിട്ടില്ലല്ലോ, ഞാനത് ഒരു ആലങ്കാരികമായി പറഞ്ഞതാണ്. അപ്പൊ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഓണസദ്യ ഒക്കെ കളിച്ച് അർമാദിച്ച് ചിരിച്ച സതീശ പോയി ചത്തൂടടോ. എനക്ക് ഇമ്മാതിരി ഒരു സാധനമൊക്കെ പത്രങ്ങളിൽ മുഴുവൻ അടിച്ചു കഴിഞ്ഞിട്ട് നിനക്കൊന്നും പ്രതികരിച്ചു കൂടടോ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. ശക്തിധരൻ സാധാരണ ലെങ്തി പോസ്റ്റ് ഇടുക, പക്ഷെ ശക്തിധരന്റെ ചെറിയ പോസ്റ്റാണ്. ഇതിന് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ 3-4 വായിക്കാം. 51 കമന്റ്സ് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടേ. അതില് യെസ്, അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി ക്ലിഫ് ഹൗസ് സന്ദർശിക്കുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നു, ഇതിൽ കൂടുതൽ അധപ്പതനം വേറെയുണ്ടോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. അപ്പൊ ഈ ശ്രീരാമകൃഷ്ണന്റെ കൂടെ പടം ഇട്ടതിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്ഘാടന പരിപാടിയിൽ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന കോഴിയെ പങ്കെടുപ്പിച്ചതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ആരുടെ കൂടെ? അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി ക്ലിഫ് ഹൗസ് സന്ദർശിക്കുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നു, ഇതിൽ കൂടുതൽ അധപ്പതനം വേറെയുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്? രാജൻ ഇ ജി എന്നൊരാൾ ചോദിക്കുന്നത്. PA അബ്ദുൽ സമദ് ചോദിക്കുന്നത് നാണോ ഈ മൂപ്പർക്കോ, എന്തൊരു ചോദ്യം എന്നാണ് അബ്ദുൽ സമദ് ചോദിക്കുന്നത്. പിന്നീട് ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പണ്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു പോസ്റ്റ് വേറൊരാള് ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. SNDP യോഗം എന്ന ചന്ദനമരത്തിലെ വിഷപ്പാമ്പാണ് നടേശൻ എന്നാണ് സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞത് കേട്ടോ. അത് ഒരാള് അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് പിണറായി. വെള്ളപ്പള്ളിയെ കൂട്ടിയിട്ടാണല്ലോ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് വന്നത്. എന്നിട്ട് വേറൊരാള് ഒരു കമ്മ്യൂണിസ്റ്റ് പതാക തലയിൽ കൂടെ ഇട്ട് മുഖം മറച്ചിട്ട് ഒരാളിങ്ങനെ പോകുന്നു. എന്നിട്ട് അതിന്റെ മേലെ എഴുതിയതാണ്, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ജനമധ്യത്തിൽ ഈ അവസ്ഥയിൽ തലയിൽ മുണ്ടിട്ട് മൂടിയിട്ടാണ്, തലയിൽ ചെങ്കൊടിയിട്ട് മൂടിയിട്ടാണ് സഖാക്കന്മാർ മുഴുവൻ ഇപ്പൊ സഞ്ചരിക്കുന്നത് എന്നാണ് ഒരാൾ പറയുന്നത്. പാഷാണം വർക്കികൾ ഇതിലപ്പുറം അധപ്പതിക്കാനുണ്ടോ എന്ന് വേറെ ആൾ പറയുന്നു. പിന്നെ പറയുന്നത്, പ്രതികൾക്ക് എന്ത് നാണം, ഒരു നന്മയും ഇയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയും? പിന്നെ ഹൂ കേഴ്സ് എന്ന് പറയാൻ ഇത് രാഹുൽ മാങ്കൂട്ടമല്ല എന്ന് വേറൊരാൾ പറയുന്നു. പിന്നെ പ്രതിപക്ഷം ശക്തമായി തന്നെയുണ്ട്, ജനാധിപത്യത്തിലെ പ്രതിപക്ഷമാണ്, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നുമുണ്ട്, അങ്ങ് കാണാത്തത് കൊണ്ടാണോ അതോ ആ ചോദ്യത്തിൽ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് സതീശന്റെ ഒരു അനുകൂലി ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അടുത്ത്. പിന്നെ വേറെ ഒരു ഗോപാലകൃഷ്ണൻ പറയുന്നു, എന്തെല്ലാം പരാധീനത ഉണ്ടെങ്കിലും ഒരു കിറ്റിലും 1 മാസത്തെ പെൻഷൻ കയ്യിലും കുടിശ്ശിക പത്രത്തിൽ വാർത്തയായും കൊടുത്താൽ മറക്കുന്ന ജനങ്ങളുള്ള നാടാണ് കേരളം. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്തൊക്കെ പരാധീനത ഉണ്ടെങ്കിലും ഒരു കിറ്റ്, 1 മാസത്തെ പെൻഷൻ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ പത്രത്തിൽ വാർത്തയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, പിണറായിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിക്കൊള്ളുന്നാണ് വേറെ ആൾ പറയുന്നത്. മറ്റൊന്ന്, നാണമില്ലാത്തവന്റെ മൂട്ടിൽ കിളിർത്തു വളർന്ന ആലിൽ ഊഞ്ഞാൽ കെട്ടി ആടിക്കൊണ്ട് ഇരിക്കുന്നവന് എന്ത് നാണം? പിണറായിക്ക് എന്ത് നാണാണ്? ജനങ്ങളുടെ നികുതിപ്പണം പരസ്യത്തിലൂടെ മനോരമക്കും കിട്ടി, പ്രവാസികൾക്ക് എന്ത് പ്രയോജനം? മനോരമക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ ഇപ്പൊ കാണിച്ചത് മാധ്യമമാണ്. മാധ്യമം മാത്രമല്ല, എല്ലാ പത്രങ്ങളിലും ഈ പരസ്യമുണ്ട്. എന്ത് കാണിച്ചാലും ന്യായീകരിക്കാൻ അടിമക്കൂട്ടങ്ങളും ഗോവിന്ദച്ചാമിയും കൂട്ടരുണ്ട് എന്ന ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞത് മറ്റേ മൂപ്പരാട്ടോ, അപ്പം ഗോവിന്ദൻ. എന്ത് കാണിച്ചാലും ന്യായീകരിക്കാൻ അടിമക്കൂട്ടങ്ങളും ഗോവിന്ദച്ചാമിയും കൂട്ടരുണ്ട് എന്ന അഹങ്കാരം പ്രതിപക്ഷം ഓണസദ്യയുടെ ആലസ്യത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണസദ്യ കഴിച്ചതിന്റെ ആലസ്യത്തിലാണ് എമ്പക്കവും വിട്ട് സതീശൻ ഇരിക്കുന്നത്. പിന്നെ ഇനി വേറെ ആൾ പറയുന്നത് എന്താ അറിയോ? പ്രതിപക്ഷം സ്വന്തം പാർട്ടിയുടെ ആൾക്കാർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഉദ്ദേശിച്ചാണ്. ഭരണപക്ഷത്തിനെതിരെ പ്രതികരിക്കാൻ നേരമില്ല. അപ്പൊ ഭരണപക്ഷത്തിനെതിരെ സതീശനും കൂട്ടരും പ്രതികരിക്കില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ചെയ്യാത്ത കുറ്റത്തിന് ഗർഭം ഉണ്ടാക്കിയോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ സതീശന്റെ ആൾക്കാർ. ജോയ്സ് ജേക്കബ് എഴുതുന്നത്, രാവിലെ പത്രം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യം താങ്കൾ എഴുതി, പ്രതികരിച്ചില്ല. കാരണം പിണറായിയുടെ സ്വന്തം സൈബർ സഖാക്കളെ ഭയന്നിട്ട് പ്രതികരിച്ചില്ല. അങ്ങനെയാണ് കേരളത്തിൽ മിക്കവാറും ആൾക്കാർക്ക് മിണ്ട പേടിയാണ്. മിണ്ടിക്കഴിഞ്ഞാൽ സൈബർ സഖാക്കൾ വന്നും കണ്ട് കുത്തിക്കൊല്ലും. നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, ഈ തൊലിക്ക് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ടേ. വേറെ ആൾ പറയുന്നുണ്ട്, മനോരമ മാത്രമല്ല എല്ലാ പ്രധാന പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഫുൾ കളർ പരസ്യം. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ ഫുൾ കളർ പരസ്യം.
ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അച്ഛൻ പിണറായിയുടെ കുഴലൂത്തുകാരൻ, മകൻ മോദിയുടെ ഊത്തുകാരൻ, അതാണ്ടാ ബുദ്ധി, നടേശൻ ബുദ്ധി. മോൻ മോദിന്റെ കൂടെ, അച്ഛൻ പിണറായിന്റെ കൂടെ. നല്ല നല്ല കോമ്പിനേഷനാണ്. ഒരു ടീച്ചർ വായിച്ചത് അച്ഛൻ മകൾക്ക് അയച്ച കത്ത്, മറ്റു ചിലർ വായിച്ചത് ഒളിവിലെ ഓർമ്മകൾ. അത് നമ്മുടെ മറ്റേ ടീച്ചറാണ്, ഷൈൻ ടീച്ചറെ കുറിച്ച് പറയാണ്. പ്രതിപക്ഷം തങ്ങളിൽ തന്നെ ഉള്ളവരെ ഒതുക്കുന്ന തിരക്കിലാണ്. വീണ്ടും ആൾക്കാർ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് കോൺഗ്രസ്സുകാരുടെ ഇപ്പം പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ പിണറായിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നില്ല. അത് പിന്നെ നിയമസഭയിൽ സതീശൻ പതിവ് പോലെ സതീശന്റെ ഒരു അക്കാഡമിക്കലായ കുറച്ച് കാര്യങ്ങൾ, എന്താ പറയാ, ബുദ്ധിപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതല്ലാതെ പ്രതിപക്ഷത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരെ ബലിയാടുകളാക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെ, ഷാഫി പറമ്പിലിനൊക്കെ റെഡിയാക്കുക, ലെവലാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിലെ കുറെ എണ്ണത്തിന്റെ പരിപാടി. പിണറായി മറ്റേ അയ്യപ്പ സംഗമം നടത്തുകയെ, പ്രവാസികൾക്ക് ആരോഗ്യരക്ഷ സുരക്ഷ തട്ടിപ്പ് നൽകുകയെ, ഇയാൾ തട്ടിപ്പൊക്കെ നൽകിക്കോട്ടെ, ഇയാൾ ഇനി മൂന്നാമതും അധികാരത്തിൽ എത്തിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ മുഖ്യമന്ത്രി ആകാൻ പാടില്ല, മന്ത്രിമാരാകാൻ പാടില്ല, MLA മാരാകാൻ പാടില്ല, അതിന് ഞങ്ങൾ ആപ്പ് വെക്കും. കോൺഗ്രസ്സുകാരെ, നിങ്ങളാണ് ഈ CPM മാരെക്കാളും വലിയ പൊട്ടന്മാരെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? വേറെ ആൾ പറയുന്നു നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ഒരു ചുക്കും അറിയില്ല. അത് ശരിയാണ്. CPM പറ്റി നമുക്ക് ആർക്കും ഒരു ചുക്കും അറിയില്ല. ഇനി ശ്രീരാമകൃഷ്ണനെ അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? സ്വപ്ന, ബാഗ്, സ്വർണം, അങ്ങനെ പട്ടിക നീണ്ടു കിടക്കല്ലേ, അതിലൊരു കണ്ണി. പിന്നെ അങ്ങനെ ഒരുപാട് ഈ പ്രതികരണങ്ങളുണ്ട്. അതിന്റെ അടുക്കേ നമുക്ക് ഒറ്റ കാര്യം കൂടി ചെയ്യേ. ഈ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് നമ്മുടെ സ്വപ്ന പറഞ്ഞ കാര്യം, അതായത് സ്വപ്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, അതൊന്ന് കാണാം. യെസ്, സ്വപ്ന സുരേഷ്, ഇത് ഒക്ടോബർ 25, 2022, ഒക്ടോബർ 25, 2022 സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ സ്വപ്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണം സ്വപ്നക്കെതിരെ, സ്വപ്ന പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, ഞാൻ വളരെ സംശുദ്ധനാണ് എന്ന് ശ്രീരാമകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ വളരെ നീണ്ടൊരു കുറിപ്പിട്ട് കഴിഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്. അതായത് ശ്രീരാമകൃഷ്ണന്റെ പോസ്റ്റ് ചിത്രവധം 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വലിയൊരു പോസ്റ്റാണ്. അസംബന്ധവും അസത്യ പ്രചാരണങ്ങളും എല്ലാ പരിധിയും കടന്ന് ഇപ്പോൾ പുതിയ തരം ആരോപണങ്ങളിലേക്ക് ശൈലി മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നക്കെതിരെ പറഞ്ഞപ്പോൾ സ്വപ്ന തിരിച്ച് ഇട്ട ബോംബാണ്. സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: this is just a simple and humble reply and a reminder to Mr. P. Sriramkrishnan for his FB post and related arguments. In case this doesn't remind him the rest, that I request this gentleman to please file a defamation suit against me so that I may be able to produce the rest of the evidences before the High Honorable Court എന്ന് പറയുന്നത്. ഉളുപ്പമാനുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കണോ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞോളാതാണ് സ്വപ്ന പറയുന്നത്. അതോടുകൂടി ശ്രീരാമകൃഷ്ണൻ ഉത്തരം കൂടി. മാത്രമല്ല സ്വപ്ന അതിന്റെ കൂട്ടത്തിൽ സ്വപ്ന കുറച്ച് ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്തു. ഇത് അടിച്ച് പൂക്കുറ്റിയായി കിടക്കുന്നത് ശ്രീരാമകൃഷ്ണൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂക്കുറ്റിയാകുന്നതിന് തൊട്ട് മുമ്പുള്ള വേറൊരു ഫോട്ടോ. ഇതൊക്കെ സ്വപ്ന ആ പോസ്റ്റിന്റെ കൊണ്ടിട്ടതാണ്. മൂക്കിലേക്ക് എന്തോ വലിച്ചു കയറ്റുന്നത്. വേറൊന്ന് ഇത് ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പല്ലിന്റെ അടയിൽ കുത്തുക. പിന്നെ മൂപ്പര് എന്താണെന്നറിയില്ല, എന്നൊരു പരിപാടിക്ക് ശേഷമുള്ള ഒരു ഫോട്ടോ ആണ് തോന്നേ. അത് കഴിഞ്ഞിട്ട് റെമി മാർട്ടിൻ ഫോട്ടോ. എന്നിട്ട് അതിന്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്: ദ വെർജിൻ ടു ബി ഓപ്പൺ ഫോർ ദ ഈവനിങ്, കെപ്റ്റ് അറ്റ് ഹിസ് ഒഫീഷ്യൽ ബെഡ്റൂം ടേബിൾ, പ്ലീസ് ഹാവ് എ ക്ലോസ് ലുക്ക് ഓൺ ദ സറൗണ്ടിങ്സ്. ചുറ്റൊക്കെ നോക്കാൻ. അതായത് റെമി മാർട്ടിൻ ഫൈൻ ഷാമ്പെയിൻ ആണ്, ഷാമ്പെയിൻ VSOP. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ചുറ്റുപാട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്വപ്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഓഫീസ് റൂമിൽ വെച്ച സാധനമാണ്. അപ്പൊ ഇയാളുടെ ശ്രീരാമകൃഷ്ണന്റെ ഓഫീസ് റൂമിൽ ഈ പറയുന്ന റെമി മാർട്ടിൻ, ഈ സ്കോച്ചും എല്ലാ കാര്യങ്ങളും സ്വപ്ന ഒപ്പിയെടുത്തിട്ട് ഈ പിന്നെതാ സ്വപ്നയും ശ്രീരാമകൃഷ്ണനും ഇങ്ങനെതാ സ്വപ്നയും ശ്രീരാമകൃഷ്ണനും പിന്നെ സ്വപ്നയുടെ കൂടെയുള്ള സ്വപ്നയുടെ സുഹൃത്തും. വെൻ ഇറ്റ്സ് ഒഫീഷ്യൽ മീറ്റിംഗ് ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ മീറ്റിംഗ് പറഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഒക്കെ. 5-6 ഫോട്ടോസും. അത് കഴിഞ്ഞിട്ട് മോനെ കുട്ടാ പോയി കേസ് കൊടുക്കടാ
ചേച്ചി ബാക്കി സാധനങ്ങളൊക്കെ കോടതി കൊടുത്തേക്കാന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി ശ്രീരാമകൃഷ്ണന്റെ വായ് മൂടിക്കെട്ടി. ശ്രീരാമകൃഷ്ണൻ കോടതിയും ഇല്ല, കേസും ഇല്ല, പോലീസും ഇല്ല. അതാണ് ശ്രീരാമകൃഷ്ണൻ. ആ ശ്രീരാമകൃഷ്ണനാണ് ഈ പറയുന്ന പ്രവാസ ആരോഗ്യ ഇൻഷുറൻസിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കോഴിന്റെ പടം കൊടുത്തിട്ടാണ് കാരണഭൂതം ഈ ഒരു പോസ്റ്റ് ഇട്ടത്. ഇതാണ് ശക്തിധരൻ ചൂണ്ടിക്കാണിച്ചത്. എന്തൊക്കെ നമ്മൾ കാണുന്നു അല്ലേ, ഒന്ന് നോക്കിയാട്ടെ. അപ്പോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ കാണിച്ചത് 3 വർഷം മുമ്പുള്ള സ്വപ്നയുടെ പോസ്റ്റാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോമിലൂടെ നോക്കിയാൽ സ്വപ്ന പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാം, മുഴുവൻ കാണാം. ഇത് കഴിഞ്ഞിട്ട് സ്വപ്നന്റെ ഓഡിയോ ഉണ്ട് കേട്ടോ. സ്വപ്ന ഈ ന്യൂസ് 18 ചാനലിന് സ്വപ്ന നൽകുന്ന ഇന്റർവ്യൂ ഉണ്ട്. കൃത്യമായിട്ട് ഇയാളുടെ കോഴിത്തരങ്ങൾ ഓരോന്നും സ്വപ്ന ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇയാൾ ഏതൊക്കെ രീതിയിൽ എന്നെ ഹറാസ് ചെയ്തു, എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വപ്ന പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പാവം നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ആ റിനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് എന്തൊക്കെയോ ചാറ്റ് ചെയ്തു. ഈ പെൺകുട്ടി അങ്ങോട്ടും ചാറ്റ് ചെയ്തു, പെൺകുട്ടി അങ്ങോട്ട് എന്തൊക്കെയോ ചാറ്റ് ചെയ്തു നമുക്കറിയില്ല. ഇയാള് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ടേക്ക് ചാറ്റ് ചെയ്തു. അതിലെന്തോ വലിയ അശ്ലീലുണ്ട്. അപ്പോഴത്തേക്കാണ് പെൺകുട്ടി പറഞ്ഞത് ഗർഭചിത്രം. ഇപ്പൊ ഗർഭമില്ല, ഗർഭചിത്രവും ഇല്ല, പെൺകുട്ടി ഇല്ല, ഒന്നുമില്ല. ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ട് ഏതാണ്ട് 1 മാസമായി. ഇപ്പതാ പൊട്ടിക്കാൻ പോണെന്ന് പറയാണ്ട് റിപ്പോർട്ടർ ചാനലൊക്കെ നടത്തിയ ഈ വൻ എന്താ പറയാ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ നമ്മൾ കേട്ടില്ലേ. അവസാനം എന്തായി? പവനായി, ശവമായി. അപ്പൊ അങ്ങനെ ശ്രീരാമകൃഷ്ണൻ മഹാൻ, മുകേഷ് മഹാൻ, പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് ആരാ പറയുന്നത്? അന്തംഗമികളല്ല, അന്തമികളെക്കാൾ കൂടുതൽ പറയുന്നത് സതീശന്റെ കൂടെയുള്ള ആൾക്കാർ. നടക്കട്ടെ മക്കളെ. ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.